പോരാട്ടങ്ങളിലെ വഴിയിലൂടെ മന്ത്രിസ്ഥാനത്തേക്ക് കുന്നംകുളത്തിന്റെ അഭിമാനമായി CP ജോൺ. ദീർഘകാല രാഷ്ട്രീയ യാത്രയ്ക്കും നിരവധി പ്രതിസന്ധികൾക്കും ശേഷമാണ് കുന്നംകുളത്തിന്റെ സ്വന്തം CP ജോൺ സംസ്ഥാന മന്ത്രിസഭയിലെത്തുന്നത്. അധികാര രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകളെല്ലാം നേരിട്ട ശേഷവും തന്റെ രാഷ്ട്രീയ സാന്നിധ്യം ഉറച്ചു നിർത്തിയ നേതാവെന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയെ രാഷ്ട്രീയ കേരളം കാണുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന CP ജോൺ SFIയുടെ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടിയ നേതാവായിരുന്നു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കൂടെയുണ്ടായിരുന്ന പലരും പിന്നീട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനങ്ങളിലെത്തിയെങ്കിലും ജോണിന്റെ രാഷ്ട്രീയ ജീവിതം പല ഘട്ടങ്ങളിലും അവഗണനകൾ നിറഞ്ഞതായിരുന്നു. CPMനുള്ളിൽ ആവശ്യമായ പരിഗണന ലഭിക്കാതിരുന്നതോടെ അദ്ദേഹം പിന്നീട് MV രാഘവനൊപ്പം പുതിയ രാഷ്ട്രീയ വഴിയിലേക്ക് നീങ്ങി. പിന്നീട് CMPയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളായി മാറിയ അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ടും വ്യക്തിത്വം കൊണ്ടും വേറിട്ടു നിന്നു. കുന്നംകുളം മണ്ഡലത്തിൽ 2 തവണ പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് പോയ അദ്ദേഹം ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച് മന്ത്രിസഭയിലെത്തി. അതോടെ കുന്നംകുളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായവും തുറന്നു. സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന CP ജോണിന്റെ രാഷ്ട്രീയ ജീവിതം ഇന്ന് നിരവധി യുവ പ്രവർത്തകർക്ക് പ്രചോദനമാണ്. തെക്കേങ്ങാടിയിലെ വീട്ടിൽ നിന്ന് അമ്മയോടൊപ്പം സ്കൂളിലേക്ക് നടന്നു പോയിരുന്ന ആ കുട്ടി ഇന്ന് സംസ്ഥാന മന്ത്രിയായത് കുന്നംകുളത്തുകാരുടെ അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ്.